വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് സെമ്മായ BA എക്കണോമിക്സ് ആണ്. അപ്പോൾ അതിൽ MDC വിഷയമായിക്കാണ്ടില്ല ഡിജിറ്റൽ എക്കണോമിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒന്നാമത്തെ മോഡ്യൂളിൽ കുറച്ച് പോർഷൻസ് ഇട്ടു, ഇനി ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതേപോലെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നാലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിക്കാണ്ട് കിട്ടുമല്ലോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ട്സൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ ഇതിൻ്റെ നോട്ട്സൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഡിജിറ്റൽ എക്കണോമി എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇന്ന് നോക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ പ്ലാറ്റ്ഫോംസ് ആൻഡ് മാർക്കറ്റ് പ്ലേസസ്, പിന്നെ അതേപോലെ രണ്ടാമത്തെ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ എക്കണോമിക്സ്. അപ്പോൾ ഇൻഫോർമേഷൻ വാല്യൂ ചെയിന്, അപ്പോൾ ബിഗ് ഡാറ്റ ആണ് അതിൽ നോക്കാനുള്ളത്. പിന്നെ പ്രൈവസി ആണ്. അപ്പം ഡാറ്റ പ്രൊഡക്ഷൻ ആൻഡ് സെക്യൂരിറ്റി, അപ്പോൾ പ്രൈവസി കൺസേൺസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന ഒന്നാമത്തെ ടോപ്പിക്കാണ് പ്ലാറ്റ്ഫോംസ് ആൻഡ് മാർക്കറ്റ് പ്ലേസസ്. അതായത് പ്ലാറ്റ്ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ, ഡിജിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആമസോൺ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് യൂസ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവയൊക്കെ പറഞ്ഞാൽ, പക്ഷെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കാനും അതേപോലെ വാങ്ങാനും കഴിയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമുക്കൊരു സാധനം വിൽക്കാനും വാങ്ങാനും വലിയൊരു സംഭവമാണ്. അത് ഏതിലാണ്? പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും നമ്മളത് ചെയ്യൽ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 3 ഫീച്ചേഴ്സാണ് ഇനി പറയാനുള്ളത്. ടു സൈഡഡ് മാർക്കറ്റാണ് ഒന്നാമത്തെ ഫീച്ചർ, രണ്ടാമത്തെ നെറ്റ്വർക്ക് എഫക്റ്റ് ആണ്, പിന്നെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം പവറാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലുള്ള മാർക്കറ്റ് പ്ലേസസ് ആണ്. അത് മൂന്നെണ്ണം നമുക്കിനി വിശദമായിട്ടാണ് നോക്കാം. അപ്പോൾ ഇവിടെ ടു സൈഡ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യൂസേഴ്സ് ഗ്രൂപ്പാണ്. അതേപോലെ ഒരു ഗ്രൂപ്പ് വിൽക്കാനും ഉണ്ടാവും, ഒരു ഗ്രൂപ്പ് വാങ്ങാനും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള 2 തരം ഗ്രൂപ്പ് ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുമ്പോഴാണ് ടു സൈഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ, ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം മാർക്കറ്റ് പ്ലേസസ് ലൈക്ക് ആമസോൺ ആൻഡ് eBay കണക്ട് സെല്ലേഴ്സ് വിത്ത് ബയേഴ്സ്. അതായത് ആമസോൺ, ഇബേ പോലുള്ള മാർക്കറ്റ് പ്ലേസുകൾ വിൽപ്പനക്കാരെ, അതായത് സാധനങ്ങൾ വിതരണം ചെയ്യുന്നവരെ വാങ്ങുന്നവരുമായി ബന്ധിപ്പിക്കുന്നു. അതാണ് ടു സൈഡ് മാർക്കറ്റ് പറഞ്ഞത്. കാരണം ഒരാൾക്കാർ വിൽക്കാണ്ടാകുമ്പോൾ അത് വാങ്ങാനും ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് അപ്പോൾ ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിളാണ് റൈഡ് ഷെയറിംഗ് സർവീസസ്. അതായത് ഉബറും ലിഫ്റ്റും ഡ്രൈവർമാരെ യാത്രക്കാരുമായി ബന്ധിപ്പിക്കുന്നു. അതായത് ഡ്രൈവർമാർ ഗതാഗത സേവനം വാഗ്ദാനം ചെയ്യുന്നവരാണ്. അപ്പോൾ യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഒരു സവാരി ആവശ്യമുള്ളവരാണ്. അപ്പോൾ ഈ 2 സൈഡിനെ രണ്ടിനും ബന്ധിപ്പിക്കുന്നതാണ് റൈഡ് ഷെയറിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഒരാൾക്കാർ അപ്പോൾ സർവീസിന് ചെയ്യാൻ വേണ്ടി വന്നവരാണ്, ഒരാൾ ആവശ്യക്കാരാണ്. അപ്പോൾ ഇനി മൂന്നാമത്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം യൂസേഴ്സ് പരസ്യദാതാക്കളുമായി യൂസേഴ്സിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ അപ്പോൾ ഉള്ളടക്ക കണ്ടന്റ് സൃഷ്ടിക്കുന്നവരാണ്, മറ്റേത് ആളുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഇത് രണ്ടിൽ കണക്ഷനെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ടു സൈഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 കണക്റ്റ് ആയിക്കാണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ടു സൈഡ് മാർക്കറ്റ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത നെറ്റ്വർക്ക് എഫക്ട്സ് ആണ്. അതായത് നെറ്റ്വർക്ക് എഫക്റ്റ് അക്യൂർ വെൻ ദ വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻക്രീസസ് as more people യൂസ് ഇറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ വാല്യൂ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോഴാണ് നെറ്റ്വർക്ക് ഇഫക്റ്റുകൾ ഉണ്ടാകുന്നത്. പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്ക് എഫക്റ്റിൻ്റെ ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ആണ് ഡ്രൈവിംഗ് ഗ്രോത്തും പിന്നെ ആൻഡ് യൂസർ അഡാപ്റ്റേഷനും. ഇനി എന്തൊക്കെയാണ് ഇതിന് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എഫക്റ്റ് നോക്കാം. 2 ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് നെറ്റ്വർക്ക് എഫക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് നെറ്റ്വർക്ക് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ഓരോന്ന് വിശദീകരിച്ച് നോക്കാം. ഒന്നാമത്താണ് ഡയറക്റ്റ് നെറ്റ്വർക്ക് എഫക്റ്റ്. അതായത് യൂസേഴ്സിൻ്റെ എണ്ണത്തിലെ വർധനവ് എല്ലാ യൂസേഴ്സുക്കും നേരിട്ട് മൂല്യം വർദ്ധിക്കുമ്പോഴാണ് അപ്പം നെറ്റ്വർക്ക് എഫക്റ്റ് ഉണ്ടാവുന്നത്. അതായത് ഇതിൻ്റെ വാല്യൂ അനുസരിച്ചിരിക്കും ഈ നെറ്റ്വർക്ക് എഫക്റ്റ് എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ആളുകൾ ഫേസ്ബുക്ക് ചേരുമ്പോൾ കൂടുതൽ സുഹൃത്തുക്കളെയും അപ്പോൾ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്നതിനാൽ പ്ലാറ്റ്ഫോം ഓരോ ഉപഭോക്താവിനും കൂടുതൽ വിലപ്പെട്ടതാവും. അതായത്
അതായത് ഇപ്പോൾ നമ്മളൊരു ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് അതേപോലെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് ഒന്നും കൂടി മെസ്സേജ് അയക്കാനും ചാറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ആ ഫേസ്ബുക്കിന് ഒന്നും കൂടി നമുക്ക് താല്പര്യമായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ അതിലേക്ക് ജോയിൻ ചെയ്യുകയും അതിൻ്റെ നെറ്റ്വർക്ക് എഫക്റ്റ് കൂടുകയും ചെയ്യും. ഇനി എന്താണ് ഇൻഡയറക്റ്റ്, അപ്പോൾ നെറ്റ്വർക്ക് എഫക്റ്റ് നോക്കാം. അതായത് മാർക്കറ്റിൻ്റെ ഒരു വശത്ത് യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ ഇൻക്രീസ്, അപ്പോൾ മറുവശത്ത് യൂസേഴ്സിൻ്റെ വാല്യൂ വർദ്ധിക്കുമ്പോഴാണ് എന്ത്, അപ്പോൾ ഈ ഇൻഡയറക്റ്റ് നെറ്റ്വർക്ക് എഫക്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ആമസോണിൽ കൂടുതൽ അപ്പോൾ വാങ്ങുന്നവർ കൂടുതൽ വിൽപ്പനക്കാരെ ആശ്രയിച്ചിരിക്കുന്നു. അത് ഒരുപാട് വിൽപ്പനക്കാരുണ്ടായാൽ മാത്രമാണ് അപ്പോൾ വാങ്ങാനും അവർക്ക് എന്തുണ്ടാവും, താല്പര്യം ഉണ്ടാവുള്ളൂ. കാരണം കുറേ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെയാണ് ഇൻഡയറക്റ്റ് നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി മൂന്നാമത്താണ് പ്ലാറ്റ്ഫോം പവർ. അതായത് പ്ലാറ്റ്ഫോം പവർ റെഫേഴ്സ് ടു ദ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ ദാറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് can exert over market participants and our entire industries due to their size, reach and network effect. അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് അവയുടെ സൈസ്, റീച്ച്, നെറ്റ്വർക്ക് എഫക്റ്റ് എന്നിവ കാരണം മാർക്കറ്റുകളിലും പാർട്ടിസിപ്പൻസിലും മുഴുവൻ ഇൻഡസ്ട്രിയിലും ചെലുത്താൻ കഴിയുന്ന സിഗ്നിഫിക്കൻ്റ് ആയ ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോളിനുമാണ് പ്ലാറ്റ്ഫോം പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സോഴ്സ് ഓഫ് പ്ലാറ്റ്ഫോം പവർ എന്താ നോക്കാം. ഇതിന് 3 സോഴ്സ് ഓഫ് പ്ലാറ്റ്ഫോം പവർ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഡാറ്റ അക്യുമുലേഷൻ, രണ്ടാമത്തെ മാർക്കറ്റ് കൺട്രോൾ, മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആണ്. ഇനി മൂന്നെണ്ണം നമുക്ക് വിശദീകരിച്ച് നോക്കാം. അപ്പോൾ ഡാറ്റ അക്യുമുലേഷൻസ് എന്താ നോക്കാം. അതായത് പ്ലാറ്റ്ഫോമുകൾ അവയുടെ യൂസേഴ്സിൽ നിന്ന് വലിയ അളവിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അത് അവർക്ക് സർവീസ് മെച്ചപ്പെടുത്തുന്നതിനും പരസ്യങ്ങൾ ലക്ഷ്യമിടുന്നതിനും പുതിയ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വികസിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഈ ഡാറ്റ മത്സരത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ആ മത്സരങ്ങൾ കുറയ്ക്കാനാണ് ഈ ഡാറ്റകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതാണ് മാർക്കറ്റ് കൺട്രോൾ. അതായത് ഡൊമിനൻ്റ് പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും പ്രധാന മാർക്കറ്റിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൂഗിൾ ഓൺലൈൻ തിരയൽ വിപണിയുടെ ഭൂരിഭാഗവും നിയന്ത്രിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചിലതൊന്നും നമുക്ക് ഗൂഗിളിൽ സാധനം കിട്ടൂല. അതുപോലെ ആപ്പിൾ ആപ്പ് സ്റ്റോർ വഴി അതിൻ്റെ ഉപകരണങ്ങളിലെ ആപ്പുകളുടെ വിതരണം നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മാർക്കറ്റ് നിയന്ത്രണത്തിൽ പറ്റി പറയാൻ. ഇനി നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് നോക്കാം. അപ്പോൾ അതായത് പവർഫുള്ളായ പ്ലാറ്റ്ഫോംസിന് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് മറ്റുള്ളവർ പാലിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോണിൻ്റെ ലോജിസ്റ്റിക്സും അതേപോലെ ഡെലിവറി ഫോളോവേഴ്സും ഇ കൊമേഴ്സിൻ്റെ വ്യവസായത്തിന് ഒരു ഫോളോവറായി മാറിയിരിക്കുന്നു. അതായത് കുറച്ച് ഏതൊരു പ്ലാറ്റ്ഫോം ആയാലും അതിന് കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഫോളോ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഡെലിവറി ആയിക്കോട്ടെ, എന്നാണ് അയക്കലും കാര്യങ്ങളൊക്കെ ആയി തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഏത് പ്ലാറ്റ്ഫോം ആയാലും അതിന് അതിൻ്റേതായ കുറേ പോളിസീസും അല്ലെങ്കിൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഏതൊരു പ്ലാറ്റ്ഫോമും മുന്നോട്ട് പോകൽ. അപ്പോൾ ഇതാണ് ഒരു പവർഫുള്ള് അപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 3 കാര്യങ്ങളാണ് പ്ലാറ്റ്ഫോമിൻ്റെ പവർ ആയിക്കൊണ്ട് നോക്കിയത്. ഒന്നാമത്തെ ഡാറ്റ അക്യുമുലേഷൻ, രണ്ടാമത്തെ മാർക്കറ്റ് കൺട്രോൾ, മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കാണ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ എക്കണോമിക്സ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നോക്കാൻ. അതായത് ഇൻഫോർമേഷൻ വാല്യൂ ചെയിനും പിന്നെ ബിഗ് ഡാറ്റയും. അപ്പോൾ നമുക്കിതെന്താ നോക്കാം. അപ്പോൾ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ എക്കണോമിക്സ് മെയിൻ ആയിക്കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഡാറ്റയും വിവരങ്ങളും സമ്പത്ത് വ്യവസ്ഥയിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, മൂല്യനിർണ്ണയം ചെയ്യുന്നു, അപ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിക്കൊണ്ട് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി 2 കൺസെപ്റ്റാണ് ഇതിൽ നോക്കാനുള്ളത്. അതിൻ്റെ സ്റ്റേജസും അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റാണ് ഇത് ഇൻഫോർമേഷൻ വാല്യൂ ചെയിൻ. അപ്പോൾ ഇത് ഇൻഫോർമേഷൻ വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഡാറ്റയിൽ നിന്നും വാല്യൂ ആയിക്കാണ്ട് ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ ഘട്ടങ്ങൾ ഓരോന്നും പ്രധാനം അർഹിക്കുന്നു. കാരണം ഓരോ ഘട്ടം കൂടിയുള്ള അപ്പം പ്രോസസ്സ് ഡാറ്റയുടെ മൂല്യം കൂട്ടുന്നു. അപ്പോൾ ഡാറ്റയുടെ മൂല്യം കൂട്ടുന്ന കുറച്ച് അപ്പോൾ സ്റ്റേജസ്
സ്റ്റേജസ് ആണ് ഇനി പറയുന്നത്. അതിലെ ഒന്നാമത്തെ സ്റ്റേജാണ് ഡാറ്റ കളക്ഷൻ. ആദ്യത്തെ സ്റ്റേജാണ്. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റേജ്. അപ്പോൾ ഡാറ്റ ശേഖരിച്ച് ഈ ഘട്ടത്തിൽ ഡാറ്റയെ വിവിധ റിസോഴ്സിൽ നിന്നും ശേഖരിക്കുന്നു. അപ്പോൾ ഉദാഹരണത്തിന് സർവേകൾ, സെൻസർ ഡാറ്റ, സോഷ്യൽ മീഡിയ, ഉപഭോക്തൃ പ്രതികരണങ്ങൾ മുതലായവയിൽ നിന്നും ഡാറ്റ ശേഖരിക്കൽ, ഡാറ്റ കളക്ട് ചെയ്യലാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഡാറ്റ സ്റ്റോറേജ് ആണ്. അതായത് ശേഖരിച്ച ഡാറ്റയെ സൂക്ഷിക്കുന്ന പ്രോസസ്സിനെയാണ് ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇത് ഡാറ്റ ബ്ലോസുകൾ, പിന്നെ ക്ലൗഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ മറ്റ് ഡാറ്റ സ്റ്റോറേജ് രീതികൾ ഉപയോഗിച്ച് നടത്തുന്ന ഏതുമായിക്കോട്ടെ, എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും അതിനെയാണ് ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്താണ് ഡാറ്റ പ്രോസസ്സിങ്. അതായത് ഡാറ്റ കളക്ട് ചെയ്ത് പിന്നെ സ്റ്റോറേജിന് ശേഷം അതിനെ പ്രോസസ്സ് ചെയ്യണം. ഈ ഘട്ടത്തിൽ അസംസ്കൃതമായ ഡാറ്റയിൽ നിന്നും, അതായത് കൃത്യമില്ലാത്ത ഡാറ്റയിൽ നിന്നും സംയോജിതമായ നല്ല രീതിയിലുള്ള യൂസേഴ്സിന് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാക്കിയൊരു ഡാറ്റയാക്കി മാറ്റുന്നു ഡാറ്റ പ്രോസസ്സിങ്ങിലൂടെ. അപ്പോൾ മെയിനായി കണ്ട് റോ ഡാറ്റയെ, ഒന്നുമില്ലാത്ത ആ ഒരു ഡാറ്റയെ ക്ലീൻ ആക്കുക, ഓർഗനൈസ് ചെയ്യുക, പ്രിപ്പയർഡ് ഫോർ അനലൈസിസിന് വേണ്ടി വിശകലനം ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സും പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്, അപ്പോൾ ഡാറ്റ റിമൂവ് ചെയ്തിട്ട് നല്ല ഡാറ്റ ആക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എററും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല രീതിയിലാക്കുക. അപ്പോൾ നല്ലൊരു ഫോർമാറ്റിലാക്കുക. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സിലാണ് ചെയ്യൽ. ഇനി നാലാമത്തെ സ്റ്റേജാണ് ഡാറ്റ അനലൈസിസ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ വിശദമായി കണ്ട് വിശകലനം ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. അപ്പോൾ ഇതിലൂടെ പാറ്റേണുകൾ, ട്രെൻഡുകൾ, പിന്നെ അനലൈറ്റിക്, പിന്നെ അനാലിസിസ് അപ്പോൾ തുടങ്ങിയ കണ്ടെത്തലുകളും അതെങ്ങനെ അപ്പോൾ ഭാവിയിലേക്ക് യൂസ്ഫുൾ ആവും ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കൽ ഈ ഒരു ഡാറ്റ അനലൈസിസിലാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റേജ് അപ്പോൾ ഇൻഫോർമേഷൻ ജനറേഷൻ ആണ്. അതായത് ഇൻഫോർമേഷൻ സൃഷ്ടിക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റേജ് അതായത് ഡാറ്റയുടെ ആഴത്തിലുള്ള അപ്പോൾ വിശകലനത്തിൽ നിന്ന്, അപ്പോൾ ആഴത്തിൽ വിശകലനമാണ്. നാലാമത്തെ സ്റ്റേജ് ഡാറ്റ അനലൈസിസ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ അപ്പോൾ വിവരം കാര്യങ്ങളൊക്കെ വെച്ച് അത് സൃഷ്ടിക്കുന്ന സ്റ്റേജാണ് ഇൻഫോർമേഷൻ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫോർമേഷൻ സ്ഥാപനങ്ങളെ വിവരമുള്ള തീരുമാനങ്ങളും അതേപോലെ തന്ത്രപരമായ പദ്ധതികളും എടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റേജ് അപ്പോൾ ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജാണ്. ഇനി ആറാമത്തെ സ്റ്റേജാണ് ഇൻഫോർമേഷൻ ഡിസമിനേഷൻ. അതായത് വിവരങ്ങൾ പ്രചരിപ്പിക്കുക, അതായത് ആളുകളിലേക്ക് എത്തിക്കുക. അതായത് ക്രിയേറ്റ് ചെയ്ത ഇൻഫോർമേഷൻ ആവശ്യമായ ഇൻഡിവിജ്വലുകൾക്കോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്കോ അപ്പോൾ പ്രചരിപ്പിച്ച് നൽകുന്ന ഘട്ടമാണിത്. ഇതിന് പത്രങ്ങൾ, ഇമെയിൽ, സോഷ്യൽ മീഡിയ, റിപ്പോർട്ടുകൾ ഇതൊക്കെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യൽ, ഇത് എത്തിക്കാനും വേണ്ടി അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനും വേണ്ടി. ഇനി അടുത്ത ഏഴാമത്തെ സ്റ്റേജാണ് ഡിസിഷൻ മേക്കിംഗ്. അതായത് പ്രചരിപ്പിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾ, അതായത് ഓർഗനൈസേഷൻ തീരുമാനങ്ങൾ എടുക്കുന്നു. ഈ ഘട്ടത്തിൽ ലഭിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അടിസ്ഥാനത്തിൽ വ്യവസായം, സർക്കാർ അല്ലെങ്കിൽ വ്യക്തി വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന സ്റ്റേജാണ് ഏഴാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് നോക്കാം. ഇനി ലാസ്റ്റത്തെ സ്റ്റേജാണ് വാല്യൂ അഡീഷണൽ അല്ലെങ്കിൽ വാല്യൂ വികസനം. അതായത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നല്ല തീരുമാനങ്ങൾ അപ്പോൾ സ്വീകരിച്ചതിന് ശേഷം കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അവരവരുടെ പ്രവർത്തനത്തിൽ വാല്യൂ കൂട്ടുന്നു. ഇത് നവീകരണം, പ്രൊഡക്ടിവിറ്റി വർധന, പിന്നെ വിപണിയിലെ വിജയം അല്ലെങ്കിൽ സേവനം മെച്ചപ്പെടുത്തൽ, അപ്പോൾ ഈ കാര്യങ്ങളിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് അപ്പോൾ ഇൻഫോർമേഷൻ വാല്യൂ ചെയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺസെപ്റ്റ് നോക്കാം. അടുത്ത കൺസെപ്റ്റാണ് ബിഗ് ഡാറ്റ. അപ്പോൾ ഇൻഫോർമേഷൻ വാല്യൂ ചെയിനിലെ ആ സ്റ്റേജസ് ഒന്നും കൂടി പറയുകയാണ്. ഫസ്റ്റ് സ്റ്റേജാണ് ഡാറ്റ കളക്ഷൻ. ആദ്യം അവ ശേഖരിക്കുക, പിന്നെ ഡാറ്റ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക, പിന്നെ ഡാറ്റ പ്രോസസ്സിങ്, അത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുക, പിന്നെ ഡാറ്റ അനലൈസിസ്, ആ പ്രോസസ്സ് ചെയ്ത സംഭവം നല്ലോണം ഒന്നും കൂടി അനലൈസ് ചെയ്ത് നോക്കുക, പിന്നെ ഇൻഫോർമേഷൻ, അതായത് ഇൻഫോർമേഷൻ ജനറേഷൻ, ആ പ്രോസസ്സ് ചെയ്ത സംഭവം അപ്പോൾ ഇൻഫോർമേഷൻ ആയിക്കാണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇൻഫോർമേഷൻ അപ്പോൾ ഡിസമിനേഷൻ, അത് പ്രചരിപ്പിക്കുക, അത് എല്ലാവരിലേക്കും എത്തിക്കുക. അത് എന്തൊക്കെ വഴികളിലൂടെയാണ്, റിപ്പോർട്ട്, ന്യൂസ് അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ന്യൂസ് പേപ്പർ കാര്യങ്ങളിലൂടെ ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കുക. പിന്നെയാണ് ഡിസിഷൻ മേക്കിംഗ്, ആ പ്രചരണവും കാര്യങ്ങളും ആയിക്കാണ്ട് ഡിസിഷൻ മേക്ക് ചെയ്യുക. ലാസ്റ്റത്തെ സ്റ്റേജാണ് വാല്യൂ അഡീഷൻസ്. അതായത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകാണ്ട് വാല്യൂ കൂട്ടാണ് വാല്യൂ അഡീഷൻസിൽ ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ രണ്ടാമത്തെ ബിഗ് ഡാറ്റ എന്താ നോക്കാം.
ഇനി എന്താണ് ബിഗ് ഡാറ്റൻ്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. ബിഗ് ഡാറ്റ റെഫേഴ്സ് ടു എക്സ്ട്രീംലി ലാർജ് ഡാറ്റ സെറ്റ് ദാറ്റ് ആർ ടു കോംപ്ലെക്സ് ഓർ വോളിയമസ് ടു ബി പ്രോസസ്ഡ്, അനലൈസ്ഡ് ആൻഡ് മാനേജ്ഡ് യൂസിങ് ട്രഡീഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് ടൂൾ ആൻഡ് ടെക്നോളജീസ്. അതായത് ട്രഡീഷണൽ ആയിക്കാണ്ടില്ല ഡാറ്റ പ്രോസസ്സിംഗ് ഉപകരണങ്ങളും അല്ലെങ്കിൽ ടൂൾസും ടെക്നോളജിയും ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാനും വിശകലനം ചെയ്യാനും കൈകാര്യം ചെയ്യാനും കഴിയാത്ത വിധം സങ്കീർണമായിക്കാണ്ടില്ല വലുതോ ആയ വളരെ വലിയ ഡാറ്റ സെറ്റുകളെയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ചെറിയ ഡാറ്റകളേന് അതിന് ആകെ ഒരു ഡാറ്റ സെറ്റൊക്കെ മാത്രമേ ഉണ്ടാവുക. പക്ഷെ ഇതിന് ഒരുപാട് ഡാറ്റ സെറ്റ് കൂടി ചേർന്നാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിക്കാണ്ട് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് 4 തരത്തിലാണ്. ഈ 5 തരത്തിലാണ്. ഈ 5 കൂടി ചേർന്നാൽ മാത്രമേ അതൊരു ബിഗ് ഡാറ്റ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇതിന് ഈ 5 ചുരുക്കി പറയുന്നതാണ് 5 Vs. അതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വോളിയം, രണ്ടാമത്തെ വെക്കോസിറ്റി, മൂന്നാമത്തത് വെറൈറ്റി, നാലാമത്തെ വെറസിറ്റി, പിന്നെ അഞ്ചാമത്തെ വാല്യൂ. ഈ 5 കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഈ ബിഗ് ഡാറ്റേൻ്റെ മെയിൻ തിങ്സ് ആണ്, മേജർ ആയിക്കാണ്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോന്ന് വിശദീകരിച്ച് നോക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് വോളിയം. അതായത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആണ്. അതായത് വിവിധ റിസോഴ്സ് കൂടിച്ചേർന്ന ഒരു വലിയ ഡാറ്റയാണ് വോളിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻക്ലൂഡ് ആയിരിക്കുന്ന സോഷ്യൽ മീഡിയ, IoT ടൂൾസ്, പിന്നെ ട്രാൻസ്ലേഷൻ ലോഗ്സ്, പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ സ്റ്റോർ, പ്രോസസ്സിങ് ആൻഡ് അനലൈസിന് വലിയ രീതിയിൽ പറ്റും. അതുകൊണ്ടാണ് ഇതിന് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ വോളിയം ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ രണ്ടാമത്താണ് വെക്കോസിറ്റി. അതായത് ഹൈ സ്പീഡ് ഓഫ് അക്യുമുലേഷൻസ് ഓഫ് ഡാറ്റ ആണ്. അതായത് ഹൈ സ്പീഡാവും പ്രോസസ്സ് ചെയ്യാനൊക്കെ. ആദ്യത്തെ ഒരു ഡാറ്റൻ്റെ പോലെയല്ല. ഒരു ഡാറ്റ എന്നൊക്കെ പറയുമ്പോൾ വലിയ സ്പീഡ് ഉണ്ടാവില്ല. അതിൻ്റെ എത്രയോ ഇരട്ടി സ്പീഡായിരിക്കും ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് വെറൈറ്റി. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് ഡാറ്റകൾ കൂടി ചേർന്നതാണെന്ന്. വിവിധ തരം ഡാറ്റകൾ ഉണ്ട്. അത് ഏതൊക്കെയാണ് സ്ട്രെച്ചർ, സെമി സ്ട്രെച്ചർ, പിന്നെ അൺസ്ട്രെച്ച്. ഇതിനെയാണ് വെറൈറ്റി എന്ന് പറയുന്നത്. സാധാരണ ഒരു ഡാറ്റ ആണെങ്കിൽ സ്ട്രെച്ചർ മാത്രമാവും ആദ്യ കാലത്തൊക്കെ യൂസ് ചെയ്തത്. ബിഗ് ഡാറ്റ ആയതിന് ശേഷമാണ് ഇത്ര ഒരുപാട് ഡാറ്റകൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇതിനെയാണ് വെറൈറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ടൂൾ എന്താന്ന് നോക്കാം. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്, അതായത് വെറാസിറ്റി ആണ്. അതായത് ഒരുപാട് ഡാറ്റ ഓരോ ദിവസവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഡാറ്റ ഒക്കെ ഇൻഅക്യുറൻ്റ് ആണോ അല്ലെങ്കിൽ അത് സത്യസന്ധമാണോ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് വെറാസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ നോയ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് നല്ല ട്രൂത്ത് ആയിക്കാണ്ട് നല്ല കറക്റ്റ് ആയിക്കാണ്ട് വാലിഡിറ്റി ആണോ കാര്യങ്ങളൊക്കെ ആണ് മെയിൻ ആയിക്കാണ്ട് വെറാസിറ്റിയിൽ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരുപാട് ഡാറ്റ ഓരോ ദിവസവും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ അക്യുറൻ്റ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി എങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഡാറ്റ കറക്റ്റ് ആണോ, ഇങ്ങനെ അതിൻ്റെ ഡാറ്റയുടെ ക്വാളിറ്റിയെ നോക്കുന്നതാണ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആയിക്കാണ്ടില്ലേ വെറാസിറ്റി എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തതാണ് വാല്യൂ. അതായത് ഉണ്ടാക്കിയ ഡാറ്റയിൽ എത്രത്തോളം മൂല്യം ഉണ്ടാക്കാൻ പറ്റി എന്നതാണ്. അതായത് നമ്മളിപ്പം വാല്യൂ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് അത് കറക്റ്റ് ആയിക്കാണ്ട് ആളുകൾക്ക് എത്തുന്നുണ്ടോ കാര്യങ്ങളൊക്കെയാണ് അതിന് വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബിഗ് ഡാറ്റയിൽ നോക്കാനുള്ളത്.